നമ്മുടെ ചാനലിൽ എത്ര അധികം വീഡിയോ ഇട്ടിട്ടും ഒരു വ്യൂസും നേരത്തെ കണക്ക് കയറുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ചാനലിൻ്റെ ടോപ്പ് ജിയോഗ്രഫീസ് എടുത്ത് നോക്കാമെന്ന് കരുതി. സോ അവിടെ നോക്കിയപ്പോൾ 79.7% ആൾക്കാർ മാത്രമാണ് ഇന്ത്യയിൽ നിന്ന് കാണുന്നത്. ബാക്കി എല്ലാ ആൾക്കാരും ഫോറിൻ കൺട്രീസിൽ നിന്നാണ് കാണുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ തൊട്ട് ഞാൻ പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്, സ്മാർട്ട് ഫോൺസ് നോട്ട് അവൈലബിൾ ഇൻ ഇന്ത്യ. ഇതതിൻ്റെ എപ്പിസോഡ് 1 ആണ്. ഇന്ത്യയിൽ അവൈലബിൾ അല്ലാത്ത എല്ലാ സ്മാർട്ട് ഫോൺസിൻ്റെ വീഡിയോയും നമ്മുടെ ചാനലിൽ ഈ ഒരു സീരീസ് വഴി ഇടുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് Nubia Z40 Pro എന്ന് പറയുന്ന ഡിവൈസ് ആണ്. ഇത് ZTE എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോൺ ആണ്. ഇത് ഫോറിൻ കൺട്രീസ്, അതായത് സൗദി അറേബ്യ, UAE അങ്ങനെയുള്ള രാജ്യങ്ങൾ, വിത്തിൻ ചൈന സഹിതം അങ്ങനെയുള്ള രാജ്യങ്ങൾ മാത്രമേ കിട്ടുകയുള്ളൂ. ഇന്ത്യയിൽ അവൈലബിൾ അല്ല. ഇമ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ സൈറ്റുകളുടെ ലിങ്ക് ഞാൻ താഴെ തന്നിരിക്കാം. ഇമ്പോർട്ടിങ് എടുക്കാതിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക നമ്മുടെ സ്മാർട്ട് ഫോണാണ്. കുറച്ച് വിയേർഡ് ആയിട്ടുള്ളൊരു ക്യാമറ മൊഡ്യൂളാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ബിക്കോസ് ഇന്ത്യയിൽ അറിയാമല്ലോ, റെഡ്മിയുടെ എല്ലാ ഫോണുകൾക്കും ഒരേ ക്യാമറ മൊഡ്യൂളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് റെഡ്മി 11 സീരീസിലും അതോടൊപ്പം ഷവോമി 11 സീരീസിലും എല്ലാത്തിലും ഈ സെയിം, അതായത് റെഡ്മിയുടെ ടിപ്പിക്കൽ ഒരു ഡിസൈനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ബട്ട് ഇവിടെ അങ്ങനെയല്ല. ചൈനയിലും ഫോറിൻ കൺട്രീസിലും പല സ്മാർട്ട് ഫോണിലും പല പല ക്യാമറ ഡിസൈൻസാണ് അവർ കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിലും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വിയേർഡ് ആയിട്ടുള്ളൊരു ക്യാമറ ഡിസൈനാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ബോക്സ് ഓപ്പൺ ചെയ്തപ്പോൾ നമുക്ക് സ്മാർട്ട് ഫോണിൻ്റെ കൂടെ തന്നെ ചെറിയൊരു ബോക്സ് കിട്ടി. അതിൻ്റെ അകത്താണ് നമ്മുടെ ചെറിയൊരു ഡേറ്റ കേബിൾ വെച്ചിട്ടുള്ളത്. സോ ഈ ഒരു കേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്സാക്റ്റ് നമ്മുടെ OnePlusൻ്റെ സെയിം ആ ഒരു കേബിളാണ് ഇവിടെയും കൊണ്ടുവന്നിട്ടുള്ളത്. ആ ഒരു റെഡ് കളർ ഫിനിഷിങ് കണ്ടാൽ തന്നെ അറിയാം. അതോടൊപ്പം തന്നെ നമുക്കൊരു കേസും കിട്ടുന്നുണ്ട്, സിം ഇജക്ഷൻ പിന്നും അതിൻ്റെ അകത്ത് തന്നെ കിട്ടുന്നുണ്ട്. നേരെ ഡിവൈസിലേക്ക് പോവുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ Nubia Z40 Pro എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ. സോ Z40 സീരീസിൽ ഒന്ന് മാത്രമേ അവർ ഇതുവരെയായിട്ട് ഇറക്കിയിട്ടുള്ളൂ. അത് Z40 Pro ആണ്. Z40 ഇറക്കിയിട്ടില്ല, Z40 Pro പ്ലസും അവർ ഇതുവരെയായിട്ട് ഇറക്കിയിട്ടില്ല. സോ അതിൻ്റെ ലോഞ്ചും കാര്യങ്ങളും ഇനി വരികയുള്ളൂ. അപ്പോൾ ഇന്ത്യയിൽ ടോട്ടലി ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ കാണാനേ സാധിക്കില്ല. കാരണം സിറ്റിയിലെ ഒരു സ്മാർട്ട് ഫോൺസും ഇന്ത്യയിൽ അങ്ങനെ എനിക്ക് പരിചയമുള്ളവരിൽ 2-3 പേർക്ക് അത് വളരെ പഴയതായിട്ടുള്ള സ്മാർട്ട് ഫോണാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇതേപോലത്തെ ന്യൂ ഡിസൈൻസ് ഒന്നും കണ്ടിട്ടില്ല. കാരണം കൂടുതലധികം ആൾക്കാരും മറു രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യാതിരിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലതെന്ന് വേണമെങ്കിൽ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ പറയാം. അപ്പോൾ കൂടുതൽ ആൾക്കാർ എടുക്കുകയില്ല. അത് എന്താണെന്ന് എനിക്കറിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ ചില സൈറ്റുകൾ പറ്റിക്കാനുള്ള കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇതിൻ്റെ ചെറിയൊരു സ്പെക്സ് റേഷ്യോയും അതോടൊപ്പം നമ്മൾ കുറച്ചുകൂടെ ചെറിയൊരു റിവ്യൂയും കൂടെ നമ്മൾ നോക്കുന്നുണ്ട്. ഓക്കെ, സോ ആദ്യം തന്നെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ 6.67 ഇഞ്ചസിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നല്ല വലിയൊരു ഡിസ്പ്ലേ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സൈസ് കണ്ടാൽ തന്നെ മനസ്സിലാവും. ചിൻസ് ആൻഡ് ബെസൽസ് ഒക്കെ വളരെ ചെറുതാണ്. ഇത് AMOLED ഡിസ്പ്ലേ ആണ്. അതോടൊപ്പം നമുക്ക് ഇതിനകത്ത് 144 Hz റീഫ്രഷ് റേറ്റ് ആണ് ലഭിക്കുന്നത്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഇന്ത്യയിലെ മിക്ക സ്മാർട്ട് ഫോൺസിലും 120 Hz മാത്രമേ ഇപ്പോൾ കറൻ്റ് ഉള്ളൂ. ബട്ട് ഈ ഒരു ഫോണിൻ്റെ അത് നമുക്ക് 144 Hz റീഫ്രഷ് റേറ്റ് ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഇതിനകത്ത് HDR10+ സപ്പോർട്ടബിൾ ആണ്. 1000 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് സപ്പോർട്ടും ഇതിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട്. 1 ബില്യൺ കളേഴ്സും സപ്പോർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണിത്. സോ ഇതിൻ്റെ ക്യാമറയാണ് എടുത്ത് പറയേണ്ടത്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു വിയർ ക്യാമറ മൊഡ്യൂളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഈ ക്യാമറ നോക്കുകയാണെങ്കിൽ 64 മെഗാ പിക്സലിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ക്യാമറയും 8 മെഗാ പിക്സലിൻ്റെ ഒരു പെരിസ്കോപ്പ് ടെലിഫോട്ടോ ക്യാമറയും 50 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ക്യാമറയും പിന്നെ ഒരു OIS ക്യാമറയും കൂടെ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം നമുക്ക് 5x ഒപ്റ്റിക്കൽ സൂമും കൂടി ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ എടുത്ത കുറച്ച് പിക്ചേഴ്സും കാര്യങ്ങളും ഒന്ന് നോക്കാം. സോ ആദ്യം തന്നെ നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയിലെടുത്ത്, അതായത് സ്റ്റാൻഡേർഡ് ആയിട്ട് എടുത്തൊരു ഫോട്ടോയാണ്. സോ ഇവിടെ കണ്ടാൽ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക് ഡീറ്റെയിൽസും ഷാർപ്പനിങ്ങും എല്ലാം കറക്റ്റായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. സ്കൈ കുറച്ചുകൂടെ ബ്ലൂയിഷ് ആണ്, ബട്ട് ഇതിൽ കളർ കുറച്ചുകൂടെ ഫെയ്ഡായിട്ട് നിൽക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഇപ്പോൾ ആക്ച്വലായിട്ടുള്ള കളേഴ്സിനേക്കാളും കുറച്ചുകൂടി സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഒരു കളറാണ് ഇതിൻ്റെ അത് കൊണ്ടുവന്നിട്ടുള്ളത്. സ്കൈ ഒക്കെ കൂടുതലായിട്ട് അവർ സാച്ചുറേറ്റ് ചെയ്തിട്ടില്ല ഈ ഒരു ക്യാമറ. സ്കൈ ഒക്കെ വളരെ ഒരു ഇലുമിനേറ്റ് രീതിയിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ബട്ട് നൈറ്റ് ഫോട്ടോസ് ഒക്കെ സൂപ്പർബാണ്. ഇതിലെടുക്കുന്ന എല്ലാ ഫോട്ടോസിനും നല്ല ഡീറ്റെയിലിംഗ് ആണ് നൈറ്റ് ഫോട്ടോയ്ക്ക് അതിൻ്റെ അത് കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സിറ്റിക്ക് വലിയൊരു നന്ദി തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ കാണുന്ന മിക്ക സ്മാർട്ട് ഫോൺസിലും ഇത്തരം ഒരു നൈറ്റ് ഫോട്ടോ ക്വാളിറ്റി നമുക്ക് ലഭിക്കില്ല. ഈവൻ Mi 11 അൾട്രയിൽ പോലും ഇത്രയും ക്വാളിറ്റി ലഭിക്കുന്നില്ല. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പവറും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസും ഡീറ്റെയിൽസൊക്കെ ഞാൻ താഴെ തന്നിട്ടുണ്ട്. ഇന്ത്യൻ പ്രൈസ് എപ്പോൾ വേണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. USDയിലുള്ള സെയിം പ്രൈസ് തന്നെയാണ് ഞാൻ കൺവേർട്ട് ചെയ്താണ് പറയുന്നത്. ഇനി ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രോസസ്സർ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ സ്നാപ്ഡ്രാഗണിൻ്റെ 8 Gen ഫസ്റ്റ് ജനറേഷൻ CPU ആണ് കൊടുത്തിട്ടുള്ളത്. അതോടൊപ്പം ഇതിൻ്റെ അകത്ത് വരുന്ന ബാറ്ററി കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിന് നമുക്ക് ചാർജർ ലഭിക്കുന്നില്ല. ഇതിന് ചാർജർ നമുക്ക് പ്രത്യേകം വാങ്ങിക്കേണ്ടി വരും. 66 വാട്ടിൻ്റെ ചാർജറാണ് ഇപ്പോൾ കറൻ്റ് ഉള്ളത് മാർക്കറ്റിൽ. ഇത് വരുന്നത് 5000 mAh ബാറ്ററിയാണ്. സോ ഇത് നോൺ റിമൂവബിൾ ബാറ്ററിയാണ്. ഗ്രാവിറ്റി വെർഷൻ എന്നാണ് പറയുന്നത്. റെഗുലർ വെർഷനും ഗ്രാവിറ്റി വെർഷനും ഉണ്ട്. അപ്പോൾ എൻ്റെ ഇരിക്കുന്ന ഗ്രാവിറ്റി വെർഷൻ ബാറ്ററി ഉള്ളതാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്തൊരു വീഡിയോ കണ്ടുമുട്ടാം. ആണ്ടിൽ ദെൻ ദിസ് ഈസ് ആദ്യൻ സൈനിങ് ഓഫ്. ഇതിൻ്റെ എപ്പിസോഡ് 2 വരുന്നുണ്ട്, കാണാൻ മറക്കരുത്.